വെൽക്കം ടു Brand Sapiens. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഫൈലോജനറ്റിക്സ് എന്ന് പറയുന്ന ലാർജ് ടോപ്പിക്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻട്രൊഡക്ടറി പാർട്ടും അതിനുശേഷം ക്ലാഡോഗ്രാം ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് ഫൈലോജനറ്റിക്സ് എന്ന് നമുക്കറിയാം. എന്നാലും ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി എന്താ കുറെ ഓർഗാനിസംസ് തമ്മിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചിനെയാണ് ഫൈലോജനറ്റിക്സ് എന്ന് പറയുന്നത്. സോ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മെയിൻലി മൂന്ന് രീതിയിലാണ്. അതിൽ ഇവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത് കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. മെയിൻ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഫൈലോജനറ്റിക് ട്രീ ആൻഡ് ക്ലാഡോഗ്രാം ആണ് നമ്മൾ ഫൈലോജനറ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എന്താണ് ഈ ഒരു ഫൈലോജനറ്റിക്സിന്റെ ഗോള് എന്ന് പറയുന്നത്? ഒന്നാമത്തത് കോമൺ ആൻസസ്ട്രീനെ കുറിച്ച് പഠിക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട്. കാരണം അവ ഏത് ടൈമിലാണ്, എപ്പോഴാണ്, ഏതൊക്കെ ജനറ്റിക് ചേഞ്ചസ് കൊണ്ടാണ് അവ ഡൈവേർജ് ആയി പോയിട്ടുള്ളത്, ഇവല്യൂഷണറി ഡൈവേർജൻസ്. ദെൻ പാറ്റേൺസ് ഓഫ് ക്യാരക്ടർ ഇവല്യൂഷൻ, അവയുടെ ഇവല്യൂഷന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫൈലോജനറ്റിക്സിന്റെ മെയിൻ ആയിട്ടുള്ള ഗോള്. പിന്നെ ഫൈലോജനറ്റിക്സിൽ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്, രണ്ടാമത്തത് ഫൈലോഗ്രാം, മൂന്നാമത്തത് ക്രോണോഗ്രാം ആണ്. ഫൈലോജനറ്റിക് ട്രീയുടെ മൂന്ന് ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ പറയാം ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ അതില് എന്താണ് ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം? വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ചിങ് ഓർഡർ മാത്രം ജസ്റ്റ് ഷോ ചെയ്യുന്നതാണ് ക്ലാഡോഗ്രാം. അതിന്റെ കൂടെ ബ്രാഞ്ച് ലെങ്ത് എന്ന് പറയുന്നത് ഇവല്യൂഷണറി ചേഞ്ചസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ഫൈലോഗ്രാം. ബ്രാഞ്ച് ലെങ്ത് ഇവല്യൂഷണറി ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ക്രോണോഗ്രാം. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലും ക്ലാഡോഗ്രാം എന്ന് പറയുമ്പോഴും അവിടെ ഒരു ബ്രാഞ്ച് നമ്മളിപ്പോ വരയ്ക്കുകയാണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ എല്ലാ ബ്രാഞ്ചസിന്റെയും ബ്രാഞ്ച് ലെങ്ത് എന്ന് പറയുന്നത് അവിടെ സെയിം ആണ്. ഓക്കെ, അവിടെ മെയിൻ ആയിട്ട് എന്താ ഒരു ഓർഡർ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലെ. ഇവിടെ ബാക്ടീരിയ, ആർക്കിയ, യുക്കാരിയ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു ഓർഡർ മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ആ ഒരു റിലേഷൻഷിപ്പ് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ DNA ചേഞ്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ എവിടെ വെച്ചാണ് എക്സാക്ട് ആയിട്ട് ആ ഒരു ബ്രാഞ്ച് സ്പ്ലിറ്റ് ആയിട്ടുള്ളത് എന്നൊന്നും ഒരു ക്ലാഡോഗ്രാമിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നേരെ തിരിച്ച് ഫൈലോഗ്രാം ആണെങ്കിൽ അവിടെയുള്ള ബ്രാഞ്ച് ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഓരോ ബ്രാഞ്ച് ലെങ്ത്തും റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ ഉണ്ടായിട്ടുള്ള ജനറ്റിക് ചേഞ്ചസിനെയാണ്. ഇവല്യൂഷണറി ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എങ്ങനെയാണ്, ഹൗ ഫാസ്റ്റ് അല്ലെങ്കിൽ ഹൗ മച്ച് DNA അവിടെ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതുവഴി റിലേഷൻഷിപ്പ് പഠിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഫൈലോഗ്രാം എന്ന് പറയുന്നത്. നേരെ തിരിച്ച് ക്രോണോഗ്രാം എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഇവല്യൂഷണറി ടൈം, ഏത് ടൈമാണ് ആ ഒരു ബ്രാഞ്ച്, നമ്മൾ ഏതൊരു ബ്രാഞ്ച് എന്താ സ്പ്ലിറ്റ് ആവുന്നുണ്ടല്ലോ, ഒരു കോമൺ ആൻസസ്ട്രിയിൽ നിന്ന് ബ്രാഞ്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്നില്ലേ, ആ ഒരു സ്പ്ലിറ്റ് ആകുന്നത് ഏത് ടൈമിലാണ് സ്പ്ലിറ്റ് ആയിട്ടുള്ളത് എന്ന് പഠിക്കുമ്പോൾ അതിനെയാണ് ക്രോണോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഫൈലോജനറ്റിക് ട്രീയുടെ ടൈപ്പിൽ പഠിക്കാനുള്ളത്. സോ എന്താണ് ക്ലാഡോഗ്രാം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ക്ലാഡോഗ്രാം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിങ് ഡയഗ്രം ആണ്. അതിൽ മെയിൻ ആയിട്ട് എന്താ, ഒരു ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ എല്ലാ ബ്രാഞ്ചും ഏകദേശം സെയിം ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ, ഓരോ ഓർഗാനിസം ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് വന്നു, അവിടെ ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടാകുന്നേ പറയുന്നുള്ളൂ അല്ലെ. ഇവിടെ മെയിൻ ആയിട്ട് ഇവല്യൂഷണറി ടൈം ഏതാണെന്നോ ഇവല്യൂഷണറി ഡിസ്റ്റൻസ് എന്താണെന്നോ ജനറ്റിക് ചേഞ്ചിനെ കുറിച്ചൊന്നും ക്ലാഡോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ടേംസ് ആയിട്ട് നോക്കിയാൽ ഒന്നാമത്തെ ഒരു ടേം പറയുന്നത് ക്ലെയ്ഡ് എന്നുള്ള ടേം ആണ്. അപ്പൊ എന്താണ് ക്ലെയ്ഡ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ക്ലെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ ഒരു കോമൺ ആൻസസ്റ്റർ, ഒരു സിംഗിൾ കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരിക്കും, അതിന്റെ ഡിസെൻഡൻസും ഉണ്ടായിരിക്കും. ഒരു ക്ലെയ്ഡിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. ആ ഒരു പേരും കൂടി ഓർത്തു വെക്കുക കേട്ടോ. എന്തുകൊണ്ടാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? അവിടെ ഒരു കോമൺ ആൻസസ്റ്റർ മാത്രം ഉള്ളത് കൊണ്ടാണ് അതിനെ മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. അപ്പൊ ഈ മോണോഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഇവിടെ ഒരു മാമൽസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മാമൽ എന്ന് പറയുന്ന ഒരു ക്ലെയ്ഡ് ആണ് എന്ന് പറയുന്നത്? മാമൽ ഒരു ട്രൂ ക്ലെയ്ഡ് ആണ്. കാരണം ഒരു ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എടുത്താൽ മാമൽസ് എന്ന് പറയുന്നതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോമൺ ഗ്രൂപ്പ് ഓഫ് ആൻസസ്റ്റർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൻസസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആൻസസ്റ്റർ ആകാം. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു മാമൽസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാമൽസിലോട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു മാമൽ ലൈക്ക് ആയിട്ടുള്ള റെപ്റ്റൈൽ ആൻസസ്റ്റർ ആണ്. നമ്മൾ അതിനെ മെയിൻ ആയിട്ട് പറയുന്നത്
സിനാപ്സിഡ്സ് നിന്നാണ്. ഓക്കെ, സിനാപ്സിഡ്സ് എന്ന് പറയുന്ന ഒരു കോമൺ ആൻസസ്റ്റർ, ഒരു റെപ്റ്റൈൽ പോലെയുള്ള അല്ലെങ്കിൽ മാമൽസ് പോലെയുള്ള റെപ്റ്റൈൽ ആയിട്ടുള്ള കോമൺ ആൻസസ്റ്റർ ആയിട്ടുള്ള സിനാപ്സിഡ്സിൽ നിന്നാണ്, ഈ ഒരു ട്രയാസിക് പീരീഡ്സിലൊക്കെയുള്ള ഈ ഒരു സിനാപ്സിഡ്സിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഈ ഒരു മാമൽസ് ഒക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഈ മാമൽസിന്റെ ഡെസെൻഡൻസിനെ കുറിച്ച് പറഞ്ഞാൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തേത് മോണോട്രീം ആണ്. ഓക്കെ, മോണോട്രീം ആണ്. രണ്ടാമത്തേത് മാർസുപിയൽസ്. ഓക്കെ, മാർസുപിയൽസ്, മോണോട്രീം, മാർസുപിയൽസ്, പ്ലാസന്റൽസ്. ഇതാണ് ഈ ഒരു 3 ടൈപ്പ് ഡെസെൻഡൻസ് ആണ് നമ്മുടെ മാമൽസിൽ വരുന്നത്. അപ്പൊ മോണോട്രീം എന്ന് പറയുമ്പോൾ എഗ് ലേയിങ് ആയിട്ടുള്ള മാമൽസ്, എക്കിഡിന, പ്ലാറ്റിപ്പസ് ഒക്കെ വരുന്ന എഗ് ലേയിങ് ആയിട്ടുള്ള മാമൽസ് ആണ് ഈ ഒരു മോണോട്രീമിൽ വരുന്ന ഈ ഒരു സിനാപ്സിസിന് ശേഷം വന്ന ഡിസെൻഡൻസ്. മാർസുപിയൽസ് എന്ന് പറയുമ്പോൾ പൗച്ച് ബിയറിംഗ് ആയിട്ടുള്ള മാമൽസ് ആണ്, കങ്കാരൂസ് ഒക്കെ വരുന്നത്. പിന്നെ പ്ലാസന്റൽസ് ആണ് മെയിൻ ആയിട്ട് ബർത്ത്, അതായത് ഹ്യൂമൻ, വെയിൽസ്, ഡോഗ്സ് ഒക്കെ വരുന്ന ഒരു കാറ്റഗറിയാണ് പ്ലാസന്റൽസ്. അപ്പൊ ഒരു 3 ടൈപ്പ് ഡെസെൻഡൻസ് ആണ് ഈ ഒരു മമാലിയൻ ക്ലെയ്ഡ്സിന്റെ അണ്ടറിൽ വരുന്നത്. സിനാപ്സിഡി എന്ന് പറയുന്ന ഒരു കോമൺ ആൻസസ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേം എന്ന് പറയുന്നത് ടാക്സോൺ ആണ്. ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്യാം. ടാക്സോൺ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. അതായത് ക്ലാഡോഗ്രാം നമ്മൾ പഠിക്കുമ്പോൾ അറിയേണ്ട കുറച്ച് ടേംസ് ആണ്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു ക്ലെയ്ഡ് അല്ലെങ്കിൽ മോണോഫൈലറ്റി ഗ്രൂപ്പ് ആണ്. രണ്ടാമത്തത് ടാക്സോൺ അല്ലെങ്കിൽ ടാക്സോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ബീങ് സ്റ്റഡി. നമ്മൾ ഏത് ഗ്രൂപ്പിനെയാണോ, ഏത് ഓർഗാനിസത്തിനെയാണോ സ്റ്റഡി ചെയ്യുന്നത്, ആ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ ടാക്സോൺ എന്ന് പറയുന്നു. അവയിൽ എക്സാമ്പിൾ ഫിഷ് ആണെങ്കിൽ, ഫിഷിനെ കുറിച്ചാണെങ്കിൽ ഫിഷ്, ബേർഡ്, റെപ്റ്റൈൽസ്, അതൊക്കെ ഒരു ടാക്സോൺ ആണ്. അപ്പൊ നമ്മളൊരു ക്ലാഡോഗ്രാം വരച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്ന അടുത്തതാണ് നോഡ് എന്ന് പറയുന്നത്. നോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു നോഡാണ്. അതായത് ഒരു ബ്രാഞ്ച് എങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന, ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ആ ഒരു നോഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ഒരു കോമൺ ആൻസസ്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പീസിയേഷൻ ഇവന്റ്, പെട്ടെന്ന് എന്തെങ്കിലും ഡൈവേർജന്റ് ഇവല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിനെയാണ് നമ്മൾ ആ ഒരു നോഡ്. ഇപ്പൊ ഇവിടെ ഈ ഒരു റീജിയനിൽ നിന്നല്ല ആ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റിനെ, ആ ഒരു ബ്രാഞ്ച് പോയിന്റിനെ നമുക്ക് ആ ഒരു പോയിന്റിനെ, ആ ഒരു ബ്രാഞ്ച് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിനെ നോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എന്താണ് ബ്രാഞ്ച്? ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒരു നോഡിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു ഇവല്യൂഷണറി ലീനിയേജ്, അവിടെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ ഇവല്യൂഷണറി ജെനറ്റിക്സ് ആയിട്ടോ എന്തൊക്കെയോ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ബ്രാഞ്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൂട്ട് ആണ്. റൂട്ട് എന്ന് പറയുന്നത് ആൻസസ്റ്റർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഫിഷ് എന്ന് പറയുന്ന ഒരു ടാക്സ എടുത്താൽ ആ ഒരു ടാക്സയിലുള്ള എല്ലാ ഓർഗാനിസും ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആൻസസ്ട്രൽ ലീനിയേജിൽ നിന്നാണല്ലോ. ആ ഒരു ലീനിയേജിനെയാണ് നമ്മൾ റൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട് ഗ്രൂപ്പ്. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടാക്സോണ് ഔട്ട്സൈഡ് ദ മെയിൻ ഗ്രൂപ്പ്, അതായത് കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രിമിറ്റീവ് അല്ലെങ്കിൽ പ്രൈമേറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച്. ഇതാണ് ഒരു ബ്രാഞ്ച്. ഒരു പ്രൈമേറ്റ്, കുറെ പ്രൈമേറ്റ്, ഈ ഒരു ഓർഡറിൽ കുറെ പ്രൈമേറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ മങ്കി അല്ലെ, ലൈനസ്, ആ ഒരു കുറെ പ്രൈമേറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ക്യാരക്ടർ ഇവിടെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈമേറ്റിനൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തൊട്ട് മുന്നേ വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ക്ലെയ്ഡിന്റെ ഉള്ളിൽ തന്നെ നമ്മളിപ്പോ പറഞ്ഞു മാമൽസ് എന്ന് പറയുമ്പോൾ പൗച്ച് ബിയറിംഗ് ആയിട്ടുള്ള മാമൽസ് ഉണ്ട്, പ്ലാസന്റൽ മാമൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പ്ലാസന്റൽ മാമൽസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഒരു പ്ലാസന്റൽ മാമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്ലാസന്റൽ മാമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ലീനേജ് പഠിച്ചു. നമ്മൾ പ്ലാസന്റൽ മാമൽസിനെ കുറിച്ച് പഠിക്കുന്നത് ഇവിടെ നിങ്ങോട്ടേക്കാണ് കേട്ടോ. പ്ലാസന്റൽ മാമൽസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് ചോദിക്കാം. പക്ഷെ ഇതിന് മുന്നേ നമുക്ക് ഏത് ബ്രാഞ്ച് ഉണ്ട്? അതായത് നമ്മൾ മാർസുപിയൽസ് ആണ് ഇതിന് തൊട്ട് മുന്നേ വരുന്നത് വിചാരിക്കാം. ഒരു മാർസുപിയൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്ലാസന്റൽ മാമൽസിന്റെ അണ്ടറിൽ വരുന്നതല്ലോ. അപ്പൊ ആ മാർസുപിയൽ മാമൽസ് എന്ന് പറയുന്നത് ഒരു ഔട്ട് ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, നമ്മളൊരു സ്പെസിഫിക് ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ മറ്റു ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്യുന്ന ഗ്രൂപ്പിനാണ്, അതായത് ഈ ഒരു പ്ലാസന്റൽ മാമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളത് മാർസുപിയൽസുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, പ്ലാസന്റൽ മാമൽസ് ഒരു ക്ലെയ്ഡ് ആണ്, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ഒരു ക്ലെയ്ഡ് ആണ്. ഒരു പ്ലാസന്റൽ മാമൽസിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ മാർസുപിയൽസിനെ യൂസ് ചെയ്യും. പക്ഷെ അവ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പൊ ആ ഒരു കാറ്റഗറിനെയാണ് നമ്മൾ ഔട്ട് ഗ്രൂപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഉദ്ദേശിക്കുന്നത്. അതായത് പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇവല്യൂഷന്റെ ഡയറക്ഷൻ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സിസ്റ്റർ ടാക്സ എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റർ ടാക്സ എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു ഗ്രൂപ്പ് ഷെയറിങ് ആൻ ഇമ്മീഡിയറ്റ് കോമൺ ആൻസസ്റ്റർ. അതായത് ഇപ്പൊ ബേർഡ്സും ക്രോക്കഡൈൽസും ബേർഡ്സും എന്ന് പറയുന്ന ഒരു എന്താ സിസ്റ്റർ ടാക്സ ആയിട്ട് കൂട്ടാം. അതായത് അവയ്ക്ക് രണ്ടിനും ഒരു കോമൺ ആൻസസ്റ്റർ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള രണ്ട് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ സിസ്റ്റർ ടാക്സ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ക്ലാഡോഗ്രാം എങ്ങനെയാണ് ആ ഒരു ക്ലാഡോഗ്രാം ഡിസിഫർ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റൂട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ റൂട്ട് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഏറ്റവും, അതായത് നമ്മൾ വരക്കുന്ന ഡയഗ്രത്തിന്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് ലൈനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഒരു ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോമൺ ആൻസസ്റ്റർ ആണ്. അപ്പൊ അതിന്റെ ആൻസസ്റ്റർ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോമൺ ആൻസസ്റ്റർ, അതായത് മോസ്റ്റ്ലി അവർ വരുന്നത് അക്വാട്ടിക് ആൻസസ്റ്റേഴ്സ് ആയിരിക്കും. ഒരു അക്വാട്ടിക് ആൻസസ്റ്റേഴ്സിൽ നിന്നാണ് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ എന്ത് റെപ്രസെന്റ് ചെയ്ത് ഇവഞ്ച്വലി ഷാർക്ക്, ട്യൂണ, ഫ്രോഗ്, ഹ്യൂമൻസ് പോലെയുള്ള ഓർഗാനിസംസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് അക്വാട്ടിക് ആൻസസ്റ്റേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ലൊക്കേറ്റ് നോഡ്സ് ആണ്. നോഡ് എന്ന് പറയുമ്പോൾ ഒരു ഫൈലോജനറ്റിക് ട്രീയിൽ കുറെ നോഡ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു അക്വാട്ടിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഡൈവേർജൻസ് വന്നു അല്ലെ, ഡൈവേർജ് ചെയ്തു വന്നു, കുറെ ഡൈവേർജൻസ് അങ്ങനെ മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഓരോ പോയിന്റും ഓരോ നോഡൽ റീജിയൻസ് ആണല്ലോ. അപ്പൊ ഏറ്റവും താഴെയുള്ള നോഡൽ റീജിയൻസ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിരിക്കും. മുകളിലോട്ട് വരുന്തോറും അവ റീസെന്റ് ആയിട്ടുള്ള ഡൈവേർജൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഓരോ നോഡും ഡൈവേർജൻസിനെയും ഓരോ കോമൺ ആൻസസ്റ്ററിനെയും. അപ്പൊ ഈ ഒരു ഭാഗം മാത്രം എടുത്താൽ ഈ ഓർഗാനിസത്തിന്റെ ഒക്കെ കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു നോഡാണ്. ഓക്കെ, ആ ഒരു കേസിലാണ് ഇവിടെ നോഡ്സ് ലൊക്കേറ്റ് ചെയ്യുക. ദെൻ ഒബ്സർവ് ദ ബ്രാഞ്ചിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് മോർ റീസെന്റ് ആയിട്ടുള്ള നോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളതാണ് മോർ റീസെന്റ് ആയിട്ടുള്ള നോഡ്. അവയ്ക്കായിരിക്കും ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് തൊട്ട് മുകളിലുള്ളതിനെ ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളത് ഈ ഒരു നോഡുമായിട്ടായിരിക്കും, ഈ ഒരു നോഡിനെക്കാളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ബ്രാഞ്ച് പാറ്റേൺ ഒക്കെ എന്ത് ചെയ്യാം, നമ്മൾ കണ്ടുപിടിക്കുക. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു നോഡ് ഫ്രോഗും ഹ്യൂമനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, താഴോട്ട് എന്തുണ്ടായിരിക്കും, ഷാർക്കും ആയിട്ടുള്ള ഒരു നോഡ് കാണിക്കുന്നുണ്ടായിരിക്കും. പക്ഷെങ്കിൽ ഫ്രോഗും ഹ്യൂമനും തമ്മിലാണ് ഈ ഒരു ഷാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉള്ളത്. നെക്സ്റ്റ് ആണ് ഐഡന്റിഫൈ ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു ബ്രാഞ്ച് പോയിന്റ് കഴിഞ്ഞിട്ട് ആ ഒരു പെർട്ടിക്കുലർ ക്ലെയ്ഡിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്താണ്. ഇപ്പൊ ഒരു ബോണി സ്കെലിട്ടൺ, ഇപ്പൊ ഒരു ഷാർക്ക് സ്പ്ലിറ്റ് ഓഫ് ചെയ്തു. ഷാർക്ക് എന്ന് പറയുന്നത് ബോണി സ്കെലിട്ടൺ ആയിട്ടുള്ള ആൾക്കാരല്ലേ. ബോണി സ്കെലിട്ടൺ ആയിട്ടുള്ള ആൾക്കാരിന് ശേഷം പിന്നീട് ഫ്രോഗ്, ഹ്യൂമൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. ഷെയർസ് ബോണി സ്കെലിട്ടൺ ഷെയർ ചെയ്യുന്ന ആ ഒരു ബോണി സ്കെലിട്ടൺ എന്ന് പറയുന്നതാണ് അവിടെ കോമൺ ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് ആ ഒരു ക്ലെയ്ഡിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തത് സിസ്റ്റർ ടാക്സ്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത് വരുന്ന, അതായത് ഏറ്റവും കോമൺ ആക്സസ്, അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ ഷെയർ ചെയ്യുന്ന രണ്ട് ആൾക്കാരെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള സിസ്റ്റർ ടാക്സിനെ കണ്ടുപിടിക്കുന്നതാണ് അഞ്ചാമത്തത്. ആറാമത്തത് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്സ്, അതായത് ആ ഒരു ക്ലെയ്ഡിനെ നമ്മൾ മെയിൻ ആയിട്ട് പറയുക, ഒരു ക്ലെയ്ഡിന്റെ കോമൺ ആൻസസ്റ്റർ ഏതാണ്, അവയുടെ ഓൾ ഡിസെൻഡൻസിനെ കുറിച്ച് നമ്മൾ ഓവറോൾ ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു ക്ലാഡോഗ്രാം എന്ന് പറയുന്നത് ഡ്രോ ചെയ്യുന്നത്. ഇനി നമ്മൾ ക്ലാഡോഗ്രാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിവല്യൂഷണറി ഗ്രൂപ്പ്സിനെ കുറച്ച് ടൈപ്പ് ആക്കാം. നമ്മൾ ക്ലാഡോഗ്രാം എന്ന് പറയുന്നത് മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ക്ലെയ്ഡ് എന്ന് പറയുന്ന ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ആണ്. അതായത് ഒരു സിംഗിൾ കോമൺ ആൻസസ്റ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നാച്ചുറൽ ഗ്രൂപ്പിങ്ങിന് ആ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു മോണോഫൈലറ്റിക് ഗ്രൂപ്പ് ആണ്. സിംഗിൾ കോമൺ ആൻസസ്റ്ററും ഓൾ ഡിസെൻഡൻസും ആണ് ഉണ്ടായിരിക്കുക. പാരാഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൻസസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, ദെൻ കുറച്ച് സം ഡിസെൻഡൻസ് മാത്രമേ ഉണ്ടായിരിക്കൂ. സം ഡിസെൻഡൻസ് മാത്രമാണ് ഈ ഒരു പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. ഓൾ ഡിസെൻഡൻസ് എന്ന് പറയുന്നതാണ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ്. അതായത് റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ബേർഡ്സിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു റെപ്റ്റൈൽസിനെ കുറിച്ച് മാത്രം പഠിക്കുക. ഓക്കെ, അതിനാണ് പാരാഫൈലറ്റിക് ഗ്രൂപ്പ്. ദെൻ പോളിഫൈലറ്റിക് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ
ഡിഫറെന്റ് ആൻസസ്റ്റേഴ്സ്, ഒന്നിൽ കൂടുതൽ ആൻസസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. അതൊരു ആർട്ടിഫിഷ്യൽ ഗ്രൂപ്പിംഗ് ആണ്. ഇപ്പൊ ഫ്ലൈയിങ് ആനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പോഴേ നമ്മൾ ബേർഡ്സിനെയും കൺസിഡർ ചെയ്യുന്നു, ബാറ്റിനെയും കൺസിഡർ ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇവല്യൂഷണറി ഗ്രൂപ്പിനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഫൈലോജനറ്റിക്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്, ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തത് ആൻസസ്ട്രൽ ക്യാരക്ടേഴ്സ്. അതിനെ നമ്മൾ പ്ലിസിയോമോർഫി എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഡിസ്റ്റന്റ് ആൻസസ്ട്രേഴ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് ആൻസസ്ട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. മാമൽസിലും റെപ്റ്റൈൽസിലും പ്രസന്റ് ആയിട്ടുള്ള ഒരു വേർട്ടിബ്രൽ കോളം രണ്ടിലും ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കോമൺ ആൻസസ്ട്രൽ നിന്ന് എന്താ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്യാരക്ടർ, അതിനാണ് അപ്പോമോർഫി എന്ന് പറയുന്നത്. പുതുതായിട്ട് ആ ഒരു ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കാര്യങ്ങൾ കൊണ്ടോ മ്യൂട്ടേഷൻ കൊണ്ടോ ഒക്കെ പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള ഇവോൾവ് ചെയ്തിട്ടുള്ള ട്രൈബ്സ് അഡാപ്റ്റേഷന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ ബേർഡ്സിൽ ഫെദേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഷെയർഡ് ഡിറൈവ്ഡ് ക്യാരക്ടേഴ്സ്, സിൻ അപ്പോമോർഫി എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ട്രെയിറ്റ് ആണ്. പക്ഷേങ്കിൽ ആ ഒരു ഡിറൈവ്ഡ് ട്രെയിറ്റ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ടാക്സാസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലാഡിസ്റ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. മാമൽസിൽ എന്താ ഹെയേഴ്സ് കാണുന്നുണ്ട് അല്ലെ. ആ ഒരു ഹെയേഴ്സ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, പുതിയതായിട്ട് ഇവോൾവ് ചെയ്തതുമാണ്. അവ ഷെയറും ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഷെയർഡ് ആൻസസ്ട്രൽ ക്യാരക്ടേഴ്സ്, സിം പ്ലിസിയോമോർഫി. ഓക്കെ, ആ ഒരു സിം അല്ലെങ്കിൽ സിന്ന് ചേർത്താൽ മതി. അതായത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആണ്, കുറെ ടാക്സേഴ്സ് തമ്മിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയർഡ് ആൻസസ്ട്രൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ആണ് ഹോമോലോഗസ് ക്യാരക്ടർ എന്ന് പറയുന്നത്. കോമൺ ഇവല്യൂഷണറി ഓറിജിൻസ്, ട്രെയ്റ്റ്സ് വിത്ത് കോമൺ ഇവല്യൂഷണറി ഒറിജിൻ. അതായത് നമ്മൾ ഹോമോലോഗസ് പഠിച്ചിട്ടുള്ളത് ബെയിൽസിന്റെയും ബാറ്റിന്റെയും ഹ്യൂമന്റെയും ഒക്കെ 4 limbs ഏകദേശം സെയിം ആണ്, പക്ഷെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. നേരെ തിരിച്ചാണ് അനലോഗസ് എന്ന് പറയുമ്പോൾ എന്താ അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമിലർ ആണ്, പക്ഷെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒറിജിൻ ആണ്. ബേർഡ്സിന്റെ വിങ്സ്, ഇൻസെക്റ്റിന്റെ വിങ്സ്, അതായത് കൺവേർജന്റ് ഇവല്യൂഷൻ ആണ് അനലോഗസിൽ വരുന്നത്, ഡൈവേർജന്റ് ഇവല്യൂഷൻ ആണ് ഹോമോലോഗസിൽ വരുന്നത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ ഒരു ക്ലാസ് ഇട്ടിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ 1 by 1 ആയിട്ട് അടുത്ത ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.